നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകാറുണ്ട് അല്ലേ? എന്നാൽ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവയവം ഏതാണ്? നാം എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഫാക്ടറിയുടെ നിയന്ത്രണ കേന്ദ്രം എവിടെയാണ്? മസ്തിഷ്കമാണ്. അപ്പോൾ ഈ ഒരു മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സഹായിക്കുന്ന ഒരു ജിം, അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങൾ, അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ഡാൻസ് ചെയ്യുക. നിങ്ങൾ ഈ ഡാൻസ് ചെയ്യുമ്പം നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് രക്തസ്രാവം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കൊഗ്നിറ്റീവ് സ്കില്ലും നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും എല്ലാം വർദ്ധിക്കാൻ സഹായമുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫിസിക്കൽ എക്സസൈസാണ് നമ്മൾ ഡാൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ മ്യൂസിക്കൊക്കെ ഇടുകയാണെങ്കിൽ സ്വയം അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മസ്തിഷ്കത്തിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ജിമ്മാണത്. അടുത്തതായിട്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന മറ്റൊരു ഗെയിമാണ് നല്ല തന്ത്രപരമായിട്ടുള്ള ഗെയിം കളിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ചെസ്സ്, സുഡോക്കു പോലെയുള്ള ഗെയിമുകളൊക്കെ, പദപ്രശ്നം ഫില്ല് ചെയ്യുക, ഇതൊക്കെ നമുക്ക് തന്ത്രപരമായിട്ട് നമ്മുടെ ബുദ്ധിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഗെയിമുകളാണ്. തീർച്ചയായിട്ടും സംഗീതത്തിനും നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സംഗീതത്തിൻ്റെ മെലഡികൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പാടാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അതും നിങ്ങളുടെ മസ്തിഷ്കത്തിന് നല്ലൊരു ജിമ്മാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ കരുത്തുറ്റതാക്കുന്ന മറ്റൊരു ജിം ഏതാണെന്നറിയോ? എന്തെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. നല്ലൊരു പുസ്തകം വായിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ മസ്തിഷ്കത്തിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ജിമ്മാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. പഠിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഹോബിയാക്കി മാറ്റുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മസ്തിഷ്കം എന്നും നല്ല ചങ്കായിട്ട് നിലനിൽക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യലൈസേഷൻ. നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിലനിർത്തുക എന്നുള്ളത്. എന്നും നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും അതും നിങ്ങളുടെ മസ്തിഷ്ക പ്രവർത്തനത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായിട്ടും അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ബൈ.